എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മള് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഏഴാം ഭാവത്തിൽ ഓരോ ഗ്രഹങ്ങൾ നിന്നാൽ, അതായത് ഏഴാം ഭാവത്തിൽ ഓരോ ഗ്രഹങ്ങൾ തരുന്ന സൂചനകൾ എന്തൊക്കെയാണ് വിവാഹ ജീവിതത്തിൽ. രവിയെ പറ്റിയും ചന്ദ്രനെ പറ്റിയും ചൊവ്വയെ പറ്റിയാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത്. അപ്പൊ ബാക്കി ഗ്രഹങ്ങളെ പറ്റി കൂടി നോക്കാം. ബുധനെ പറ്റി നമുക്ക് നോക്കാം. ബുധൻ എന്തായിരിക്കും ഏഴിൽ നിന്നാലുള്ള ഫലം? ബുധൻ പൊതുവെ ഒരു കമ്മ്യൂണിക്കേറ്റർ ആണല്ലോ. ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ നമ്മുടെ സംസാര രീതി, പൊതുവെ അതിന്റെ ഒരു ഗ്രഹമാണ് ബുധൻ. ബുധൻ നന്നായി കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ നന്നായിരിക്കും എന്നാണ് പറയാറുള്ളത്. കമ്മ്യൂണിക്കേഷൻ, ബുദ്ധിശക്തി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ ബുധൻ ഏഴിൽ നിൽക്കുകയാണെങ്കിൽ, ഒരാളുടെ ജാതകത്തിൽ ഏഴിലോ ലഗ്നത്തിലോ ഒക്കെ നിന്ന് ഏഴിലേക്ക് ദൃഷ്ടിയൊക്കെ വരുന്നതാണെങ്കിൽ, ബുധൻ നിൽക്കുകയാണെങ്കിൽ നല്ല ആശയവിനിമയമായിരിക്കും ഒന്ന്, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം. അതുപോലെ തന്നെ ഒരു ബുദ്ധിമാനായ, ഒരു നല്ല കഴിവുള്ള, അറിവുകളുള്ള, ഒരു എന്തും കാര്യവും നന്നായി സംസാരിക്കും. രണ്ടുപേരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഭയങ്കര പക്കയായിരിക്കും. മറ്റാളുടെ ജാതകത്തിലും കൂടി ബുധൻ നല്ല ബലവാനാണെങ്കിൽ, ഒരാളുടെ ജാതകത്തിൽ ഏഴിലാണ് ബുധനെങ്കിൽ രണ്ടുപേരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അടിപൊളിയായിരിക്കും. ഇവർക്ക് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന പറയാം. അതുപോലെ തന്നെ ഇവരൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനും, ഇവർ പറയുന്നതൊക്കെ പെട്ടെന്ന് തന്നെ മറ്റൊരാൾക്ക് മനസ്സിലാക്കാനും അത് ഇഷ്ടപ്പെടാനും ഭയങ്കര തമാശകൾ. പ്രത്യേകിച്ച് ഞാൻ കണ്ടത് തമാശ. ബുധൻ ഏഴിൽ നിൽക്കുകയാണ്, ഭയങ്കര തമാശയായിരിക്കും അയാൾ പറയുന്നത്. അയാൾക്ക് എന്ത് തമാശയും എങ്ങനെയും പറഞ്ഞ്, പ്രത്യേകിച്ച് മൂന്നിലെ ബുധനൊക്കെ നല്ല കഴിവാട്ടോ. കാര്യങ്ങൾ ഇങ്ങനെ ആൾക്കാരെ പറഞ്ഞ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര കഴിവായിരിക്കും. അതുകൊണ്ട് നല്ല തമാശയായിരിക്കും. ഒരു കുട്ടിക്കളി ഭയങ്കര കൂടുതലായിരിക്കും. എല്ലാ കാര്യത്തിലും നല്ല കുട്ടിക്കളിയായിരിക്കും. നല്ല എന്താ പറയാ, ഭയങ്കര ഇഷ്ടാവും എല്ലാവർക്കും അങ്ങോട്ട് ഇയാളുടെ പ്രവൃത്തിയും സംസാരവും പെരുമാറ്റം, കുട്ടിക്കളി, ഒരു കുട്ടിത്തൊക്കെ ഉണ്ടാവും ഇപ്പോഴും എല്ലാത്തിലും. മനസ്സിലായില്ലേ? ഇതൊക്കെ ബുധൻ നന്നായി ഇരുന്നാലാട്ടോ. അതുപോലെ തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും കീപ്പ് ചെയ്യാൻ നോക്കും ഇവരുടെ പാർട്ട്ണറായിട്ട്. കുറെ റൂൾസോ, ഈ ചൊവ്വേനെ പോലെയോ അതുപോലെ സൂര്യനെ പോലെയോ അങ്ങനെയൊന്നുമില്ല. ഇവർക്ക് ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. ഇവർക്കെല്ലാം ഓപ്പണായി പറയാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. എന്ത് കാര്യമാണെങ്കിലും അത് ഓപ്പണായി പറഞ്ഞ് അതിലെ കുട്ടിത്തങ്ങളൊക്കെ കൊണ്ടുവന്ന് അതിനൊക്കെ ഒരു എൻജോയ് ചെയ്ത് പോവാനൊക്കെ ഭയങ്കര കഴിവായിരിക്കും. അതുപോലെ തന്നെ ബിസിനസ് ചെയ്യാൻ ഇഷ്ടമായിരിക്കും ഇവർക്ക്. ഇവര് പാർട്ട്ണറുമായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, നല്ല ബുധനൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, നല്ല ബലവാനായിട്ടിരിക്കുകയാണ് ബുധന്റെ നക്ഷത്രത്തിൽ തന്നെ ഇരിക്കുന്നൊക്കെ ആണെങ്കിൽ, അല്ലെ ബലവാനായ ഒരു വേഴത്തിന്റെ നക്ഷത്രത്തിലേക്കാണ് ഇവര് നല്ല ബിസിനസ്സിന് ഇവർ അടിപൊളിയായിരിക്കും. മനസ്സിലായല്ലോ? ബിസിനസ് ഒക്കെ ഇവർക്ക് പാർട്ട്ണറായിട്ട് ചെയ്യാൻ നല്ല കഴിവായിരിക്കും. ഇതൊക്കെയാണ് ബലവാനായിട്ടുള്ള ബുധൻ ഇരുന്ന. ഇനി ഇത് നെഗറ്റീവായ ബുധൻ ഇരിക്കുന്നത് ശത്രുക്ഷേത്രത്തിലോ കേതുവിന്റെ കൂടെയോ ഇല്ലെങ്കിൽ പാപഗ്രഹങ്ങളുടെ കൂടെയോ ബുധൻ ഏതെങ്കിലും രീതിയിൽ നീചനോ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക? ഇതിന്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ്, അമിതമായ വിശകലനം. എല്ലാത്തിനും ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനും ഇങ്ങനെ അവരെ പറഞ്ഞ് ജയിക്കാൻ പറ്റില്ല നമുക്ക്. അങ്ങനത്തെ ഒരു ഇതായിരിക്കും. പിന്നെ എടുക്കുന്ന തീരുമാനങ്ങളിലൊന്നും ഒരു സ്ഥിരത ഉണ്ടാവില്ല. ഇന്ന് പറഞ്ഞ കാര്യമാവില്ല, നാളെ പറയാം. നമുക്ക് ഇന്ന് ഇത് ചെയ്യാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയും. പക്ഷെ നാളെ അതായിരിക്കില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ. പിന്നെ എല്ലാതും ഒരു കുട്ടിക്കളിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എല്ലാ കാര്യത്തിലും ഇങ്ങനെയായിരിക്കും. ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും ഒന്നും ഒരു ഗൗരവത്തിലെടുക്കില്ല. നമുക്ക് ഭയങ്കര സീരിയസ് ആയ കാര്യമായിരിക്കും പാർട്ട്ണറായിട്ട് സംസാരിക്കേണ്ടതോ അല്ലെങ്കിൽ ചെയ്യേണ്ടതോ ഒക്കെ ആയിട്ടുള്ള. അതിലും തമാശയും കുട്ടിത്വവും ഒന്നും ഒരു ഗൗരവമില്ല. ജീവിതമേ ഒരു ഗൗരവമില്ലാതെ എടുത്ത് ഒരു പാഴ്ജന്മമായി പോകുന്ന ഒരു അവസ്ഥ. ഒന്നിനോടൊരു ഉത്തരവാദിത്വം ഇല്ലാതിരിക്കുക. ഇതൊക്കെ ഞാൻ പല ജാതകത്തിലും കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ബുധന് കേതു ബന്ധമൊക്കെ വന്നു കഴിഞ്ഞാണ്ടല്ലോ കുറച്ച് ബുദ്ധിമുട്ടാവും. ഒരു കാര്യം ഇവരുടെ ലൈഫ് പോലും സീരിയസ് ആയി എടുക്കില്ല. എല്ലാം സീരിയസ് ആയി എടുക്കണം എന്നല്ല, സീരിയസ് ആവേണ്ട സ്ഥലത്ത് പോലും സീരിയസ് ആയി എടുക്കാതെ പോവുക. ഇതൊക്കെ. പിന്നെ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന പ്രശ്നങ്ങൾ. രണ്ടുപേരും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ എന്നും പ്രോബ്ലം ആയിരിക്കും. പറയുന്നതെല്ലാം തെറ്റിദ്ധരിക്കുക. പിന്നെ പറയാനുള്ളൊരു കാര്യം, പെട്ടെന്ന് മടുക്കുക. ഇവർക്കൊരു കുട്ടിത്തമല്ലേ, ഒരു കുട്ടിത്തം പോലെയാണ് എല്ലാതും. അതിനോടുള്ള കൗതുകം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മടുപ്പ് തോന്നുക പെട്ടെന്ന്. വേറെ ആൾക്കാരുടെ അടുത്ത് പോകാനുള്ള ടെൻഡൻസി ഒരുപാട് കണ്ടിട്ടുണ്ട്. അത് ഒന്ന് നോക്കണം നിങ്ങൾക്ക്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ടാവും. കാണുന്നത് വരെയൊക്കെ അല്ലെങ്കിൽ ആ കാര്യത്തിലേക്ക് എത്തുന്നത് വരെയൊക്കെ ഭയങ്കര ഒരു ഇതായിരിക്കും. അതിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു മടുപ്പ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെയാണ് ബുധനെ പറ്റിയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തത് വ്യാഴം, ഗുരു.
ഗുരു 7-ൽ നിന്നാൽ എന്തൊക്കെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. വ്യാഴം 7-ൽ നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ, മനസ്സിലായല്ലോ, വേറെ ഒരു പാപബന്ധവുമില്ലാതെ വ്യാഴം ഒറ്റയ്ക്ക് നല്ല രീതിയിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ നല്ല ശത്രുക്ഷേത്രമല്ലാതെ ഒരു ഫ്രണ്ട്സിന്റെ ക്ഷേത്രത്തിലൊക്കെ നിൽക്കുകയാണെങ്കിൽ, അതുപോലെ വ്യാഴത്തിന്റെ നക്ഷത്രത്തിൽ നിൽക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വ്യാഴം പൊതുവെ നല്ലതാണ്. വ്യാഴം നിൽക്കുന്നത് വിവാഹ ജീവിതത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും അധികം വരാറില്ല. പക്ഷെ വ്യാഴം നിൽക്കുന്നത് ശത്രുക്ഷേത്രത്തിൽ, പ്രത്യേകിച്ച് ബുധന്റെ ക്ഷേത്രത്തിൽ വ്യാഴം കുറച്ച് പ്രശ്നമാണ്. പ്രത്യേകിച്ച് കന്നിയിലോ മിഥുനത്തിലോ നിൽക്കുന്ന വ്യാഴം കുറച്ച് പ്രശ്നമാണത്. അത് നേരെ. അതുപോലെ കേതുവിന്റെ നക്ഷത്രത്തിൽ നിൽക്കുക, വ്യാഴം വക്രമായി കേതുവിന്റെ നക്ഷത്രത്തിലൊക്കെ നിന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് ഫലങ്ങളാണ് കണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ എന്തൊക്കെയാണ് പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് നോക്കാം. പോസിറ്റീവായൊരു കാര്യം, നല്ലൊരു സ്വഭാവമുള്ള, നല്ലൊരു പാവരും, നന്നായി നോളജും ജ്ഞാനം, നല്ല അറിവായിരിക്കും എല്ലാത്തിനോടും. എങ്ങനെ ആൾക്കാരോട് പെരുമാറണം, പങ്കാളിനെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം, എങ്ങനെ പെരുമാറണം, ഇതൊക്കെ നല്ല ബോധ്യമുള്ള ഒരാളായിരിക്കും. പങ്കാളിയുടെ വീട്ടുകാരുടെ അടുത്ത് മൊത്തത്തിലൊരു നല്ല സ്വഭാവമുള്ളൊരു പങ്കാളി, അങ്ങനെ തന്നെ പറയാം. അതായിരിക്കും. നല്ല സന്തോഷകരമായ ജീവിതമായിരിക്കും. വിവാഹ ജീവിതം സന്തോഷകരമായിരിക്കും. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഒരു ഉപദ്രവോ, എല്ലാം മനസ്സിലാക്കാനും അയാളെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണമെന്നും അയാൾക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കണമെന്നൊക്കെ ആരും പറയാതെ തന്നെ ചെയ്യാനുള്ള കഴിവ് ഇതൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായും നല്ലൊരു ഉയർച്ച കല്യാണത്തിന് ശേഷം വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നന്നായി ഒരു കണക്കും എല്ലാം എപ്പോഴും സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളായിരിക്കും. പ്രത്യേകിച്ച് 7-11 കണക്ഷനോ 2-7 കണക്ഷനോ ഒക്കെ വന്ന് വ്യാഴം ബലവാനായിട്ട് 7-ൽ നിൽക്കുകയാണെങ്കിൽ ഇവർക്ക് നല്ല രീതിയിൽ മണി മാനേജ് ചെയ്യാൻ പറ്റും. ഇവർക്ക് ഒരിക്കലും മണി മാനേജ്മെന്റ്, ഈ ദാമ്പത്യ ജീവിതത്തിൽ മണി മാനേജ്മെന്റിൽ വീഴ്ച വരില്ല ഇവർക്ക്. ഇവർക്കറിയാം എങ്ങനെ കൊണ്ടുപോകണം ഓരോ കാര്യങ്ങളും. അതുപോലെ തന്നെ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളിൽ അതിൽ നന്നായി മൂല്യം കൊടുക്കുക, എല്ലാ നമ്മുടെ വിവാഹ ജീവിത കാര്യങ്ങളിലൊക്കെ ഒരു നല്ല ധർമ്മബോധം എപ്പോഴും സൂക്ഷിച്ചു വെക്കുക, ഇതൊക്കെ ഇവർക്ക് ഉണ്ടാവും. വ്യാഴം 7-ൽ ബലവാനായിട്ട് നിന്ന ഇവർക്ക് നല്ലൊരു ഗുരു ആയിരിക്കും ഇവരുടെ ഭാര്യക്കും, അല്ലെങ്കിൽ ഇവരുടെ ഹസ്ബൻഡിനും, ഒരു പാർട്ണർക്ക് നല്ല നല്ല ഉപദേശങ്ങൾ എപ്പോഴും കൊടുക്കുക. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ലൈഫായിരിക്കും. നല്ല ശാന്തമായി, രണ്ടുപേർക്കും നല്ല ഭക്തിയായിരിക്കും. ഇങ്ങനെയൊക്കെ നല്ലൊരു രീതിയിലുള്ളൊരു നല്ലൊരു സുഖമായ ഒരു ജീവിതം വ്യാഴം 7-ൽ വന്നു കഴിഞ്ഞാൽ. പക്ഷേ വ്യാഴം 7-ൽ വന്നു, അവിടെ വ്യാഴം നെഗറ്റീവ് ആവുകയാണെങ്കിൽ എന്തായിരിക്കും? അമിത പ്രതീക്ഷ കൂടും. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദേശം ഒരു ഗുരുവിനെ പോലെയാണ്. അതുകൊണ്ട് ഉപദേശം എന്ന് പറയുന്നത് നന്നായി കൂടും. എല്ലാ കാര്യത്തിനും ഉപദേശിച്ചുകൊണ്ടിരിക്കും. അത് ഓപ്പോസിറ്റുള്ള ആൾക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. എല്ലാത്തിനും ഉപദേശം, എന്തെടുത്താലും ഉപദേശം കേട്ട് മടുത്തു. ഇയാൾ പറയുന്നതാണ് എല്ലാം വലിയ കാര്യം, ഇയാൾക്കെല്ലാം അറിയാം എന്നുള്ളൊരു സ്വഭാവം. എനിക്കാണ് എല്ലാം അറിയാം. പാർട്ട്ണറിനെ തീരെ വില കുറച്ച് കാണുക. എനിക്കെല്ലാം അറിയാം, ഞാൻ പറയുന്ന കാര്യങ്ങളാണ് ശരി, എന്റെ അറിവാണ് ഏറ്റവും വലുത് ഈ ലോകത്ത്. അങ്ങനെയുള്ളൊരു പിടിവാശി, ഒരു ഉപദേശം എപ്പോഴും ഉപദേശിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? ഏതു നേരവും ഉപദേശിക്കും ഏതൊരു കാര്യത്തിലും. വ്യാഴം 7-ൽ വന്നാലും ഡിവോഴ്സുകൾ കണ്ടിട്ടുണ്ട്. വ്യാഴം 7-ൽ വന്ന് 6-7 കണക്ഷനോ 6-ാം ഭാവാധിപനായിട്ട് വ്യാഴം 7-ൽ നിൽക്കുകയോ ഒക്കെ ചെയ്ത് നീചനൊക്കെ ആവുകയാണെങ്കിൽ പ്രത്യേകിച്ച് കർക്കിട രാശിക്കാരിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. വ്യാഴം 7-ൽ വന്നത് കൊണ്ട് നമുക്കെല്ലാം നല്ലത് മാത്രമേ നടക്കൂ എന്നുള്ളതല്ല, അത് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വിവാഹം സ്റ്റാർട്ടിംഗ് ഒക്കെ വളരെ മനോഹരമായി തോന്നും. പക്ഷെ ഓവർ അഡ്വൈസും ഇല്ലെങ്കിൽ ഒരു ഗുരുവിന് തുല്യമായിരിക്കും അവർക്ക്. അതുപോലെ തന്നെ പല കാര്യങ്ങളും ജീവിതത്തിന്റെ റൊമാൻസുകളൊക്കെ റൊമാൻസ് വളരെ കുറവായിരിക്കും. അങ്ങനെ വന്ന് ഓപ്പോസിറ്റുള്ള ആൾക്ക്, പങ്കാളിക്ക് തീരെ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ട് വേറെ ബന്ധങ്ങളിലൊക്കെ പോകുന്നതും കണ്ടിട്ടുണ്ട്. അതായത് വ്യാഴം എപ്പോഴും ഒരു ഗുരു, റെസ്പെക്ട്, അങ്ങനത്തെ ഒരു ഇതിലാണ് കാണാം. ഇപ്പൊ റൊമാൻസ് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ, പോസിറ്റീവ് ആയാൽ റൊമാൻസ് ഒക്കെ വരും, അത്യാവശ്യം റൊമാൻസ് ഒക്കെ വരും. പക്ഷെ നെഗറ്റീവും കൂടി ആവുമ്പോൾ
ഇവർക്ക് ഈ റൊമാൻസിനോടൊന്നും താല്പര്യം ഉണ്ടാവില്ല പങ്കാളിയുടെ അടുത്ത്. അപ്പൊ ഇതൊക്കെയാണ് വേഴത്തെ പറ്റി പറയാനുള്ളത്. മനസ്സിലായല്ലോ. അടുത്തതാ ഇനി ശനി. ശനി ഏഴാം ഭാവത്തിലൊക്കെ നിന്നാലുള്ള ഫലം. ഏഴാം ഭാവത്തിലോ ലഗ്നത്തിലോ ഏഴിലേക്ക് ശനിയുടെ ദൃഷ്ടി മാത്രമായിട്ട്, ഏഴിൽ വേറെ ഗ്രഹങ്ങളൊന്നും ഇല്ലാതെ ശനിയുടെ ദൃഷ്ടി മാത്രം, പ്രത്യേകിച്ച് അഞ്ചിലൊക്കെ ഇരിക്കുന്ന ശനി, അഞ്ചാം ഭാവത്തിലൊക്കെ ഇരിക്കുന്ന ശനിക്ക് ഏഴിലേക്ക് ദൃഷ്ടി ഉണ്ടാവും. അപ്പൊ അത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നല്ല ഫലങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നല്ല ഉത്തരവാദിത്വമുള്ള ഒരു പങ്കാളി, നല്ല കൂടുതലായിരിക്കും ഉത്തരവാദിത്വം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോ നിങ്ങളുടെ പങ്കാളിയായിരിക്കും, അതിപ്പോ ഭാര്യ ആയാലും ഭർത്താവായാലും നിങ്ങളുടെ പങ്കാളിയായിരിക്കും കാര്യങ്ങൾ, നിങ്ങളുടെ ഡെയിലി ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഇത് ഒരു നല്ല കാര്യം, ശനി നല്ല രീതിയിൽ ഇരുന്ന ഇതൊരു നല്ല കാര്യമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ. മനസ്സിലായല്ലോ. പങ്കാളി എടുക്കുന്ന തീരുമാനങ്ങളും പങ്കാളി നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകും ഡെയിലി ലൈഫിൽ. മനസ്സിലായല്ലോ. സ്ഥിരതയുള്ള ഒരു വിവാഹം തരും. നല്ല രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ സ്ഥിരതയുള്ള ഒരു വിവാഹമൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ പക്വതയുള്ള സമീപനം, അത്യാവശ്യം പക്വതയോടെ പെരുമാറുന്ന ഒരു പങ്കാളിയായിരിക്കും. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളും ഈ പങ്കാളിയായിരിക്കും എടുക്കുന്നത്. ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്നത്തെ ദിവസം ഇങ്ങനെ ആയിരിക്കണം, കുറെ പ്ലാനിങ്ങുകൾ ഉണ്ടാവും ഇവർക്ക്. അതുപോലെ തന്നെ ഒരു എപ്പോഴും പക്വതയാർന്ന ഒരു ലൈഫായിരിക്കും. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പാർട്ട്ണർക്ക് അനുസരിക്കാനും ഇഷ്ടമായിരിക്കും. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ജാതകത്തിൽ ഇതുപോലെ ഏഴില് ശനിയാണ് ഇരിക്കുന്നത്. ഒരു പെൺകുട്ടിയാണ്. ഇവരെ പാർട്ട്ണറിനെ ഒരുപാട് റിസ്ട്രിക്ട് ചെയ്യും കുറെ കാര്യങ്ങൾക്ക്. ഇവര് പറയുന്ന പോലെ ആയിരിക്കണം ഇവരുടെ ഭർത്താവ് നിൽക്കേണ്ടത്. 8 മണിയാകുമ്പോഴത്തേക്കും വീട്ടിൽ കയറാൻ പറഞ്ഞാൽ വീട്ടിൽ കയറിയിരിക്കണം. പക്ഷെ ഈ കാര്യങ്ങൾ അനുസരിക്കാൻ ഭർത്താവിനും ഇഷ്ടമാണ്. ആ കാര്യങ്ങൾ ചെയ്യുന്നത് ഭർത്താവിനും ഇഷ്ടമാണ്. അത് ചെയ്യുന്നത് കൊണ്ട് ഭർത്താവിന് നല്ല കാര്യം വരാൻ പോകുന്നുള്ളൂ. മനസ്സിലായില്ലേ. അങ്ങനെ ആയിരിക്കും ഏഴില് ശനി നല്ല രീതിയിൽ ഇരുന്നാൽ ഉണ്ടാവുക. അതുപോലെ നന്നായി എല്ലാവരുടെയും ഹെൽത്ത് ഇതൊക്കെ നന്നായി കെയർ ചെയ്യും. നല്ല രീതിയിലുള്ള കെയറിങ്. കുറെയൊക്കെ വളരെ റൊമാൻസ് കുറവായിരിക്കും, നെഗറ്റീവായ വിവാഹം വഴുകുക. അതുപോലെ പ്രായം കൂടിയവരായിട്ടുള്ള ബന്ധം, അവരോടുള്ളിൽ താല്പര്യം ഉണ്ടാവുക, അവരോടുള്ള ബന്ധങ്ങൾ, അവരോട് സ്നേഹം വരിക. ഇതൊക്കെ ശനി ഏഴിലേക്കുള്ള ദൃഷ്ടിയൊക്കെ സംഭവിക്കുന്നതാണ്. മനസ്സിലായില്ലേ. അതുപോലെ തന്നെ ബന്ധത്തിൽ ഒരു അകലം അനുഭവപ്പെടും. എപ്പോഴും ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള രണ്ടുപേരും തമ്മിലുള്ള റൊമാൻസിന്റെ വളരെ കുറവ്. നമ്മൾ ചിലവരെ കാണുമ്പോഴായിരിക്കും ഇവർ തമ്മിലൊന്നും മിണ്ടാറ് പോലും ഇല്ലേ എന്നൊക്കെ തോന്നും. ഇവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലേ. ചിലപ്പോൾ ഭാര്യ ഭർത്താവിനോടോ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യനോടോ അവരുടെ പേഴ്സണൽ കാര്യങ്ങളോ, ഇല്ലെങ്കിൽ അധികം പേഴ്സണൽ അല്ലാത്ത അവരറിയുന്ന കുറെ കാര്യങ്ങൾ, പുറത്തുള്ള കാര്യങ്ങൾ നമ്മൾ ഭാര്യനോട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് അറിയുന്നുണ്ടാവില്ലോ, ഇങ്ങനെയൊക്കെ നടന്നു എന്ന് നമ്മളോട് ചോദിക്കും. അങ്ങനെയുള്ള ഒരു അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഒന്നും വളരെ കുറവായിരിക്കും. മനസ്സിലായല്ലോ. എന്നാലും ഇവിടെയും ആ സ്ട്രിക്റ്റ് നേച്ചറും ലൈഫ് സ്റ്റൈലൊക്കെ അങ്ങനെ തന്നെയായിരിക്കും പോവുക. അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്നതും കുറെ നിബന്ധനകൾ വിവാഹ ജീവിതത്തിൽ വെക്കുന്നതൊക്കെ പങ്കാളിക്ക് ഇഷ്ടപ്പെടാതെ വന്ന് അതിൽ പിരിമുറുകി കഷ്ടപ്പെട്ട് ചെയ്ത് അവസാനം പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയൊക്കെ കണ്ടിട്ടില്ലേ പല ഇതിലും. അവർക്കൊക്കെ ഏഴില് ശനി ബലക്കുറവിൽ നിൽക്കുന്ന ജാതകം തന്നെയായിരിക്കും. മനസ്സിലായല്ലോ. ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ അതാണ് പോസിറ്റീവ് ആണെങ്കിൽ ഇതൊക്കെ പറയുന്നത്, പങ്കാളി പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അത് നല്ല രീതിയിൽ ചെന്ന് അവസാനിക്കുകയും ചെയ്യും. മോശമാണെങ്കിൽ ഇവർ പറയുന്നതൊന്നും ഇഷ്ടമുണ്ടാവില്ല. ഇഷ്ടപ്പെടാതെ കഷ്ടപ്പെട്ട് ചെയ്യും. ആദ്യം ഒന്നും പൊട്ടിത്തെറിക്കില്ല. കുറെ കഷ്ടപ്പെട്ട് ആ പിരിമുറുക്കം മുറുകി അവസാനം പൊട്ടിത്തെറിക്കും. ഇപ്പൊ 7 മണിക്ക് വീട്ടിൽ കയറണം എന്ന് പറഞ്ഞാൽ 7 മണിക്ക് കഷ്ടപ്പെട്ട് വീട്ടിലെത്തുക. ഫ്രണ്ട്സ് ആയിട്ടൊന്ന് കറങ്ങാൻ പോകാൻ പറ്റില്ല. ഡ്രിങ്ക്സ് വീട്ടിൽ ചെയ്യാൻ പാടില്ല പറഞ്ഞാൽ ചെയ്യരുത്. ഈ നേരത്ത് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് നിയമങ്ങളും റൂൾസ് ഒക്കെ വെച്ചിട്ട് പോയി അവസാനം അത് ബുദ്ധിമുട്ടി പൊട്ടിത്തെറിക്കും. പോസിറ്റീവ് ആണെങ്കിൽ ഇതൊക്കെ നല്ല രീതിയിൽ ചെയ്യും. പറഞ്ഞത് അനുസരിക്കാൻ ഇഷ്ടമായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ ഏഴിലെ ശനി നിങ്ങൾക്ക് തരും. ഓവർ പൊസസീവ് ആയിരിക്കും എന്നുള്ളതാണ് അടുത്തത്. വളരെ പൊസസീവ് നേച്ചർ ആയിരിക്കും എല്ലാ കാര്യത്തിലും. പൊസസീവ് കൊണ്ട് നമ്മളെ മുറുക്കും. അതും ശനിയാണ്. അങ്ങനെയും ഒരുപാട് ദാമ്പത്യ ജീവിതങ്ങൾ കണ്ടിട്ടുണ്ട്.
അപ്പൊ ഇതൊക്കെയാണ് ശനി 7 നിന്നുള്ള പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ വീഡിയോന്റെ ലെങ്ത് ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ രാഹു കേതുക്കളെ പറ്റിയിട്ട് പറയാം. അതിനോട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് ഉള്ളത്, ഗ്രഹങ്ങളെ പറ്റിയിട്ട് എഴുതി നിൽക്കുന്നത്. അടുത്തതിൽ നമുക്ക് വേറെ സംസാരിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.